മെയിനായിട്ട് പാഷൻ എന്ന് പറയുന്നത് സിനിമ എന്ന് കണ്ടിട്ടാണ് നമ്മൾ എറണാകുളത്തോട്ട് വന്നത്. 10,000 രൂപയ്ക്ക് ഇത്രയും ഒരു പ്രമാദമായിട്ടുള്ള സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരക്കാരല്ല കേട്ടോ നിങ്ങള്. അപ്പൊ ഇത് ശരിക്കും നമുക്ക് ഉണ്ണിച്ചേട്ടന്റെ അടുത്തേക്ക് എത്തിക്കണ്ടേ? എന്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിട്ട്? ടെക്നിക്കൽ ഇപ്പൊ കറന്റ്ലി ടെക്നിക്കൽ ഒരുപാട് സെലിബ്രിറ്റീസ് നല്ല നല്ല കമന്റ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടായിരുന്നോ നിങ്ങൾ? ആരൊക്കെ കണ്ടത്? വളരെ എളിമയോട് കൂടിയിട്ടൊക്കെയാണ്. ഞാനിത് ഡയറക്ടറാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ സിനിമയും എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി ചെറിയ ചെറിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഫിനിഷ് ആണ്. ഫെബ്രുവരി റിലീസാണ്. എങ്ങനെയായിട്ടുള്ള ഒരു മൂവിയാണെന്ന് പറയാനായിട്ട് പറ്റുമോ? റോംകോം ഷെയർ ചെയ്യാനുള്ള എല്ലാ കാരണങ്ങളും അതിലുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. നിങ്ങളുടെ റീക്രിയേഷൻ മാർക്കോ ഒറിജിനൽ മാർക്കോ കണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറിയിട്ടുള്ള മാർക്കോ എന്ന സിനിമയുടെ ടീസർ റീക്രിയേറ്റ് ചെയ്ത് നമ്മളെ എല്ലാവരെയും അമ്പരിപ്പിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇന്ന് എന്നോട് പോണത്. വെൽക്കം ടു ദ ഷോ. ഞാൻ ഈ ടീസർ കണ്ടപ്പോഴേ ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്തതാണോ എന്നാ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. രണ്ടാമത് കണ്ടപ്പോഴാണ് ഇത് റീക്രിയേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലായത്. ഹാൻഡ്സ് ഓഫ് യു ഗൈസ്. എന്താണ് കാണിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങൾ അതില്? ഒന്നും പറയാനില്ല. ആദ്യമേ തന്നെ നമുക്കൊന്ന് പരിചയപ്പെട്ട് തുടങ്ങാം ഓരോ ആളുകളെ. ഓക്കെ, അവിടെ നിന്ന് തുടങ്ങാം. അനന്തു. ഓക്കെ, യദുവിന്റെ അനിയനാണ്. ഓക്കെ, ഡിഗ്രി ചെയ്തോണ്ടിരിക്കുക. നമ്മളെ ടീമില് എല്ലാവർക്കും പിന്നെ എല്ലാത്തിനും ഉണ്ടായിരുന്നു കൂടെ. ഓക്കെ, പിന്നെ ചെറിയ ചെറിയ ഫൈറ്റ് ഒക്കെ എന്റെ മേത്താണ് കൊണ്ടുണ്ടായത്. അതെ, ഓഹോ. അതൊക്കെ ഞാൻ സ്ഥിരരെയാണോ ഇവരെ? ചെറുതായിട്ടൊക്കെ. ഓക്കെ, അടുത്ത ആള് രോഹിത്. രോഹിത് എന്ത് ചെയ്യുന്നു? ഞാൻ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു, ജോബ് നോക്കുന്നുണ്ട്. പിന്നെ നമ്മള് ജീവി വിളിച്ച് ഡയറക്ടർ വിളിച്ച് കഴിഞ്ഞാൽ കൂടെ പോകും. ഇങ്ങനെ വല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ പോകും. നമ്മുടെ ഈ റീക്രിയേഷനില് രോഹിത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? അതിലൊരു പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കൂടാണ്ട് ഓൾ ത്രൂ ആയിട്ട് എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ആള്. എന്റെ പേര് അജിൻഷ് എന്നാണ്. ഓക്കെ, ഞാനിപ്പോ ടീം ലീഡ് ആയിരുന്നു. സെയിൽസിൽ റിസൈൻ ചെയ്തു. ഈ നമ്മുടെ മാർക്കോയില് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. നമുക്ക് അജി എന്ന് വിളിക്കാം അല്ലേ? ഷോർട്ട് ചെയ്ത്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും വിളിക്കുന്നുണ്ടാവുക. എനിക്കും വിളിക്കാൻ എളുപ്പമാണ് തോന്നുന്നത്. അടുത്ത ആള്. എന്റെ പേര് ജിവിൻ ജോൺസൺ. ഓക്കെ, ഞാൻ ഇതിലെ ഡയറക്ടറാണ്. വളരെ എളിമയോട് കൂടിയിട്ടൊക്കെയാണ്. ഞാനിത് ഡയറക്ടറാണ്. ഓക്കെ, ഇവരെല്ലാവരും ഡയറക്ട് ചെയ്ത് ഞാനാണ്. ഓക്കെ, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലേ? വലിയൊരു പുതിയൊരു കാര്യമാണത്. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. വൈറൽ ആണ്. ഓഹോ. എന്റെ പേര് യദു കൃഷ്ണ. ഞാനിതില് മാർക്കോ റീക്രിയേഷനിൽ ഉണ്ണിമുഖത്തിന്റെ മാർക്കോ ആണ്. ഓക്കെ. അപ്പോ ബേസിക്കലി സിനിമ പാഷനാണ്. ഡിഗ്രി ഫിനിഷ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. നമുക്ക് വർക്കാവില്ല. എന്റെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്. അപ്പോ ഈ റീക്രിയേഷന്റെ ഒരു കോntest വന്നപ്പോ തന്നെ അബി ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ബാക്കി എല്ലാ പരിപാടി അവനാണ്. അപ്പൊ അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചെയ്താലോ. അപ്പോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യും, ഇതിലേക്ക് പോകുന്നു അറിയണ്ടായിരുന്നില്ല. ബാക്കി ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഇവനാണ്. ബാക്കി പറയും. എന്റെ പേര് അഭിനവ് സുബ്രഹ്മണ്യൻ. ഞാൻ ഈ വർക്കിൽ സിനിമാറ്റോഗ്രാഫറും എഡിറ്ററാണ്. ഞാൻ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് പഠിച്ച് അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇതിലേക്ക് ഇറങ്ങി. ഇലക്ട്രോണിക്സും ഫിലിമും നല്ല കോമ്പിനേഷനാണ്. എറണാകുളത്ത് ഒരു എനർജി എന്ന് പറഞ്ഞ കമ്പനിയിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. വൈറലാവണമെന്ന് പറഞ്ഞിട്ട് ആദ്യമേ വന്നിട്ടുള്ള ആളാണ്. പറയൂ വിഷ്ണു. ഈ പറഞ്ഞതിലും വിട്ടിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറയാൻ പറ്റുമോ? വ്യത്യസ്തമായിട്ട് അതെ, ഞാൻ ഓൾറെഡി പറഞ്ഞാൽ തന്നെ വ്യത്യസ്തമാണത്. എല്ലാരും നിന്ന് യൂണീക്ക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതെ, എന്നെല്ലാവരും പറയാറുണ്ട്. ഞാൻ പറഞ്ഞതല്ലോ. എന്റെ പേര് ജസ്റ്റ് പറയാം. അതെ, അതുകൊണ്ടാണ് വൈറലായത്. പേര് വിഷ്ണു. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് പാഷൻ എന്ന് പറയുന്നത് സിനിമ എന്ന് കണ്ടിട്ടാണ് നമ്മൾ എറണാകുളത്തോട്ട് വന്നത്. ഇപ്പോൾ മാർക്കോലാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇപ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്തത്. പിന്നെ ലൊക്കേഷനിലാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളെല്ലാവരും പറഞ്ഞതിന് അപ്പുറത്തോട്ട് എല്ലാ മേഖലയിലോട്ടും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ ഞാനടക്കം. പിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനം ചോദിച്ച് ആ റോളെങ്കിലും എനിക്ക് തന്നോളാം.
ഫുൾ വിഷ്ണുവാണ്. നിറഞ്ഞു നിൽക്കുന്നത് എവിടെ ഫ്രെയിം വെച്ചാലും ആവശ്യമില്ലാത്ത അതല്ലേ. മൈക്ക് കൊടുക്കാം. അപ്പൊ നോക്കേ ഈ ഒരു റീക്രിയേഷൻ ടീസർ കണ്ടിട്ട് വന്നാലോ? കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി വിശേഷം. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോണ്ട് ചെയ്യുന്ന എന്താണെന്നറിയോ? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമുന്നിൽ വേദനിച്ചില്ലാതെ ആവുന്നതാണ്. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? സാറിന് ഓർപ്പുണ്ടോ അവരെന്റെ ശത്രുക്കളാണ്? The risk is on us. അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ റീക്രിയേഷൻ മാർക്കോ ഒറിജിനൽ മാർക്കോ കണ്ടായിരുന്നോ? എന്നാ ഞാനങ്ങോട്ട് പറയാം. ഞങ്ങളതിന്റെ പോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെ, റിക്രിയേഷന്റെ പോസ്റ്റർ. അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ടീമിനെയും മാർക്കോ ടീമിനെയും ഉണ്ണിമോഹന്തിനെയും എല്ലാവരും ഞങ്ങൾ മെൻഷൻ അടിച്ച സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ ഞങ്ങളുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ അവർ വ്യൂ ചെയ്തു, പക്ഷെ ഒന്നും അവര് എന്താ പറയാ റീമെൻഷൻ ചെയ്തിട്ടില്ല. എവിടെയും ഞങ്ങൾ സപ്പോർട്ട് രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട്. കാരണം നമ്മള് ഒരു പടത്തിന് പ്രൊമോട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു റീക്രിയേഷൻ കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ട് ഞങ്ങളുടെ ഹാർഡ് വർക്ക് അതിൽ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് വരാത്തതിന്റെ ഒരു ചെറിയ സങ്കടം. ഉണ്ണിമൂലൻ അദ്ദേഹം കുറെ പോസ്റ്റുകൾ ഈ പറയുന്ന പോലെ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പല റീക്രിയേഷൻ വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മാത്രം ചെയ്ത് കണ്ടില്ല. ഞങ്ങൾ അവസാനം വരെ പ്രതീക്ഷിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ട് പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരു ട്രെയിലറാണ് നിങ്ങളുടെ റീക്രിയേഷൻ. അപ്പോ അത് എന്തുകൊണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിപ്പോ ഒന്നില്ലെങ്കിൽ മാനേജ്ഡ് ബൈ വേറെ ആളാണെന്ന് പറയുന്നത്. ചിലപ്പോ അവര് കാണിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ഷെയർ ചെയ്യാനുള്ള എല്ലാ കാരണങ്ങളും അതിലുണ്ട്. ഞങ്ങൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളെ മാത്രമല്ല ഒരുപാട് ആൾക്കാർ അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇതുപോലെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നു, പക്ഷെ കിട്ടിയില്ല. അജി, ഇന്നലെ റിസൾട്ട് വന്നായിരുന്നു അല്ലേ? നിങ്ങളുടെ കോൺടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് പറയേണ്ടത് നമ്മുടെ അജിക്ക് കൊടുക്കുക ഒരു ടാസ്ക്. അജി, എന്താണ് ഉണ്ടായത് റിസൾട്ടില്? ഇന്നലെ ആക്ച്വലി ഒരു 8 മണി 8 ആകുമ്പോഴാണ് ഇതെല്ലാവരും ഒരേപോലെ അവർ കൺസിഡർ ചെയ്തത്. അതിനുശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അതിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിട്ടായിരിക്കണം അവരത് വീണ്ടും അതിൻ്റെ ഒരു എന്താ പറയാ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു, ലൈക്ക് ഒരു ഫസ്റ്റ് കൊടുക്കണം രീതി. അപ്പൊ അത് കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര രീതിയിൽ വിഷമമായി. നമ്മൾ അത്രയും ബുദ്ധിമുട്ടി, അത്രയും അറിയാലോ എല്ലാവരും ചെറുപ്പക്കാരാണ്. അപ്പൊ ഫൈനാൻഷ്യലി നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ഷെയർ ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു വർക്ക് ചെയ്തത്. അപ്പൊ അതില് ചെയ്യാത്തിൽ എന്തായാലും എല്ലാവർക്കും, എനിക്കല്ല എല്ലാവർക്കും അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഏകദേശം എത്ര ബഡ്ജറ്റ് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്? 10,000 രൂപയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു 10,000 രൂപയ്ക്കുള്ളിൽ ചെയ്യാനായിട്ട് പറ്റി. അതും എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ചെയ്താ. അതും ഞങ്ങളൊരു സാറ്റർഡേ കുറെ നാള് പ്രീ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇരുന്നു, പക്ഷെ എല്ലാവർക്കും വർക്ക് കൊണ്ട് പറ്റിയിരുന്നില്ല. പിന്നെ അവസാനം ഒരാഴ്ചയും കൂടെ ഗ്യാപ്പുള്ളൂ. അപ്പൊ ഞങ്ങള് ഒരു ഞായറാഴ്ച സെറ്റ് ചെയ്ത് പെട്ടെന്ന് ശനിയാഴ്ച പോയിട്ട് എല്ലാ ലൊക്കേഷൻസ് ആണെങ്കിലും പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 80% ആ ഒറ്റ ദിവസം കൊണ്ട് സെറ്റ് ചെയ്തതാ. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്ര സ്ഥലങ്ങൾ കിട്ടുന്നത്. അത് ചെയ്തെന്ന അവിടുത്തെ മാപ്രാണം രാജ എന്ന് പറഞ്ഞിട്ട് ഒരു വുഡ് കമ്പനി ഉണ്ട്. ആ ഒരു സംഭവം കിട്ടിയോണ്ടും പിന്നെ വേറെ ഒരു സ്കൂളുണ്ട് എൻ്റെ അവിടുത്തെ. അങ്ങനെ കുറെ സ്ഥലത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് ചെന്നപ്പോ കിട്ടി. അപ്പൊ പിന്നെ ഒരു സ്ഥലം കാട് പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങള് അന്ന് തന്നെ കവർ ചെയ്തിട്ട് സെറ്റാക്കി സാധനം ചെയ്യാൻ പിറ്റേ ദിവസം ഇറങ്ങണം ചെയ്തത്. 10,000 രൂപയ്ക്ക് ഇത്ര ഒരു പ്രമാദമായിട്ടുള്ള സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരക്കാരല്ല കേട്ടോ നിങ്ങള്. അപ്പൊ ഇത് ശരിക്കും നമുക്ക് ഉണ്ണിച്ചേട്ടന്റെ അടുത്തേക്ക് എത്തിക്കണ്ടേ? എന്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിട്ട്? 20-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ കാണാനായിട്ട്? ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഷോ നിങ്ങൾ കാണും. അപ്പൊ ഈ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിച്ചേട്ടൻ കാണുകയാണെങ്കിൽ എന്തായിരിക്കും?
അങ്ങനെ ചിലപ്പോ ഒരു സ്റ്റോറീസ് ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ ഈ ഒരു ഇന്റർവ്യൂവിൽ കൂടി നിങ്ങളുടെ ടീസർ റീക്രിയേറ്റ് ചെയ്തത് ഉണ്ണി മുകുന്ദൻ കാണുകയാണ്. ഉണ്ണിച്ചേട്ടൻ കാണുകയാണെങ്കിൽ എന്താ പറയാനുള്ള? ഞങ്ങളും കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്ത ആൾക്കാരാണ്. സോ ഞങ്ങളെയും കൺസിഡർ ചെയ്യണം. ഞങ്ങളും വളർന്നു വരുന്ന ചെറിയ ചെറിയ കലാകാരന്മാരാണ്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു കാണാൻ പറ്റാത്തത് എന്ന് ചോദിക്കാൻ അവസരം കിട്ടിയ ചോദിക്കും. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് തിരക്കായതുകൊണ്ടായിരിക്കാം. റീൽസ് റീക്രിയേഷൻ പോലെയല്ലോ സിനിമ, വലിയൊരു ക്യാൻവാസിൽ വരുന്ന വലിയ സിനിമയല്ലേ, അപ്പൊ അതിൻ്റെതായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഒരു കോൺടെസ്റ്റ് അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണേണ്ടതും അവർ തന്നെ ആയതുകൊണ്ട് നമുക്ക് ചോദിക്കാനൊരു അവകാശം തോന്നുന്നു. സോ അത്രയൊക്കെ തന്നെ ഉള്ളത്. കാണുമായിരിക്കും, എന്തെങ്കിലും പുള്ളി കാണുമായിരിക്കും. തീർച്ചയായിട്ടും പുള്ളി കാണട്ടെ, കൃത്യമായിട്ട് കണ്ടിട്ട് അതിന് എന്താ പറയാ നല്ല നല്ല കമന്റ്സ് വരട്ടെ അല്ലെ. അത് കൂടാതെ നിങ്ങളുടെ കമന്റ്സുകളിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റീസ് നല്ല നല്ല കമന്റ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടായിരുന്നോ നിങ്ങൾ? ആരൊക്കെ കണ്ടത്? ഇപ്പൊ ഞാൻ പറയണേക്കാളും നല്ലത് നിങ്ങൾ പറയണത് തന്നെ അല്ലേ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം പിന്നെ മഹേഷ് മിമിക്സ്, അതുപോലെ തന്നെ ചെറിയ എല്ലാവരും നല്ല കമന്റ്സ് ആണ്. അപ്പൊ നമ്മള് യദുവാണല്ലേ നമ്മുടെ മാർക്കോ ആയിട്ട് ഉണ്ണി മുകുന്ദന് പകരമായിട്ട് നമ്മുടെ റീക്രിയേഷനിൽ വന്നത്. അപ്പൊ എന്താണ് ഉണ്ണി മുകുന്ദന്റെ ചെറിയൊരു രൂപസാദൃശ്യമൊക്കെ ഉണ്ടല്ലേ നമ്മുടെ യദുവിന്? അത് ബിയേഡിന്റെ ഒക്കെ ആയിരിക്കും, അത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് കാസ്റ്റ് ചെയ്തത്. യദു എങ്ങനെയാണ് ഇനി? സിനിമയാണ് ലക്ഷ്യം, എല്ലാവരും എയിം എന്ന് പറയുന്ന സിനിമയാണെന്ന് പറഞ്ഞു. ആസ് എൻ ആക്ടർ ആവാനായിട്ടാണല്ലോ നമ്മുടെ യദു. അപ്പൊ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഇനിയത്തെ ഭാവി പ്രോഗ്രാംസ്? എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്റെ ആദ്യത്തെ സിനിമ ഊരിന്നൂരെന്നാണ് സിനിമയുടെ പേര്. ഫെബ്രുവരിയിൽ റിലീസാണ്. എന്റെ ഡെബ്യൂ റോളാണ്. അപ്പോ അതിന്റേതായ എക്സൈറ്റ്മെന്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒപ്പം പേടിയുണ്ട്, കാരണം ഫസ്റ്റ് ഫിലിം, ഒരു ലീഡിങ് റോള്, സാറ്റലൈറ്റ് വാല്യൂ ഒന്നുമില്ല, എങ്ങനെയാവും അറിയില്ല. എല്ലാ രീതിയിലും പ്രൊഡക്ഷൻ എല്ലാവരും ഒക്കെ ഫ്രഷേഴ്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ സിനിമയും എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി ചെറിയ ചെറിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഫിനിഷ് ആണ്. ഫെബ്രുവരി റിലീസാണ്. ഫൈനൽ എങ്ങനെയായിട്ടുള്ള ഒരു മൂവിയാണെന്ന് പറയാനായിട്ട് പറ്റുമോ? റോംകോം. അതാണ് മെയിൻ ജോണർ. അപ്പൊ ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യണല്ലേ? ഓക്കെ, ഓഫ് കോഴ്സ്. ഇനി നിങ്ങളുടെ ഉറുമ്പ് പ്രൊഡക്ഷൻ, നമ്മൾ വന്നപ്പോ തൊട്ട് കേൾക്കണ ഒരു കാര്യമാണ് ഉറുമ്പ് പ്രൊഡക്ഷൻ. ഉറുമ്പ് പ്രൊഡക്ഷനിൽ ഇനി എന്തൊക്കെ വരാനുണ്ട്? ഇനി എന്തെല്ലാം കാണണം ഞങ്ങള്? ഉറുമ്പ് പ്രൊഡക്ഷനിൽ മെയിനായിട്ട് നമ്മുടെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവൻ ചെയ്തിരുന്ന ഒരു ഡയറക്ഷൻ ചെയ്ത് ഇവൻ തന്നെ പരിപാടി. അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. അതൊരു അവാർഡ് പരിപാടിയാണ്. അവാർഡ് ബേസ് ചെയ്തിട്ടുള്ള സംഭവം. അപ്പൊ ഞങ്ങളുടെ ടീമിൽ ഏകദേശം ഒരു 10ഓളം ഡയറക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും പോസ്റ്റ് പ്രൊഡക്ഷൻ ഞാൻ തന്നെ. അപ്പൊ എനിക്ക് ഫുൾ ടൈം വർക്കാ. അഭിനവ്, ഈ ഉറുമ്പ് പ്രൊഡക്ഷൻ എങ്ങനെയാ വന്നത്? അങ്ങനെ ഉണ്ടായത്? അത് നമ്മുടെ ഡയറക്ടർ സാർ കൊടുത്തോളൂ, ആ കഥ നമുക്ക് കേൾക്കാം. അല്ല, അത് ഇവരെ കാണുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു പേരിട്ട് വന്നാണ്. അത് പേര് കിട്ടിയെന്ന് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരല്ലേ ഉറുമ്പ് പ്രൊഡക്ഷൻ? അതിന്റെ പേര് കിട്ടിയ ആൾക്കാര് നോർമലി ഉറുമ്പ് എന്ന് പറയുമ്പോ ചെറിയൊരു സാധനം കടിക്കും, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് അതിന്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ചെറുപ്പത്തിലെ കുട്ടികളാണ് ഒരു കാർട്ടൂൺ ഉണ്ട്. അതായത് ഒരു പുൽച്ചാടിയും ഉറുമ്പും ആയിട്ടുള്ള സംഭവം. അതായത് ഒരു പുൽച്ചാടി വയലിൽ വായിക്കുന്നുണ്ടാവും, ഉറുമ്പ് ഫുഡായിട്ട് ഇങ്ങനെ വരിയായിട്ട് പോകുന്നുണ്ടാവും. ആ ഒരു കാർട്ടൂൺ കണ്ടിട്ടുണ്ടാവും. അതില് ഉറുമ്പിന്റെ ഹാർഡ് വർക്ക് എന്നുള്ള ഒരു സംഭവം മെയിൻ ആയിട്ടുണ്ട്. പിന്നെ ഈ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ പോകുമ്പോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരുമിച്ചൊരു കൂട്ടായ്മയായിട്ട് പോവാ. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു ഞങ്ങളുടെ ടീമാണ്. അതിനെ പറ്റിയൊരു പേര് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തതാണ്. അടിപൊളി. ഇത്രയും വലിയ ആ ഒരു ചെറിയൊരു പേരില് ഇത്രയും വലിയ ആശയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കണം കേട്ടോ. ഇല്ലാത്തൊരു കാണാത്തൊരു എല്ലാവരും കണ്ടിട്ടുണ്ടാവും മറ്റേ കാർട്ടൂൺ. അപ്പൊ ഈ 20-ാം തീയതി നമ്മുടെ മാർക്കോ തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പൊ നമ്മുടെ ഉറുമ്പ് പ്രൊഡക്ഷന്റെ മാർക്കോയുടെ ടീസർ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ടീമും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു റീക്രിയേഷൻ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി ഒന്നാണ്. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ അത് കാണാനായിട്ട് ഒരു ഇടവരട്ടെ. നല്ല കമന്റ്സുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ഒരു ടീസർ റീക്രിയേഷൻ കണ്ടിട്ട് എന്താണ് നല്ല നല്ല കമന്റ്സുകളാണല്ലേ നമുക്ക് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് ഇനി ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ ആ ഒരു റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണ് പറയാനായിട്ടുള്ളത് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തും? ഓഡിയൻസിന്റെ സപ്പോർട്ട്, അതെ, അതിനാണ് നമുക്ക് കൂടുതൽ കമന്റ്സിലാണെങ്കിലും കൂടുതൽ നമുക്ക്
അടുത്ത വർക്ക് ചെയ്യാനായിട്ട് അതെ ഒരു മോട്ടിവേഷൻ. അതെ. സിനിമ എന്നുള്ള ആഗ്രഹത്താലാണ് എല്ലാവരും ഇവിടെ വന്നെത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എന്താ പറയാ പുതുതലമുറ, അതാണ് ഇപ്പൊ എനിക്ക് കാണാനായിട്ട് സാധിക്കണേ. അപ്പൊ ആ ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, അതിന് വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.